Hi everyone. In the previous class, we have come across what is software engineering and about its introduction. In this class, we will deal with the scope of software engineering. So basically, the scope of software engineering is extremely broad. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അറിയുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ ഒക്കെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെയധികം ബ്രോഡായിട്ടാണുള്ളത്. സോ വി ആർ ഫോക്കസിങ് ഓൺ 5 ആസ്പെക്ട്സ് വിച്ച് ആർ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ്, എക്കണോമിക് ആസ്പെക്ട്, മെയിൻ്റെനൻസ് ആസ്പെക്ട്, റിക്വയർമെൻറ്റ്സ്, അനാലിസിസ് ആൻഡ് ഡിസൈൻ ആസ്പെക്ട്, and the last one is team development aspect. So we will find what all these aspects in detail. Historical aspects. What is historical aspects? From the name itself, we can find out something related to past or history. Already ഒരു നാറ്റോ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് കൺസിഡർ ചെയ്ത അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു ടേം ആണ് ഇത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. സോ ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ് ഹാസ് എ technique of finding out what is the software engineering and what all the activities that are involved in the software engineering. So they conducted a conference, and conference was software production should be an engineering like activity. So ഒരു എഞ്ചിനീയറിംഗ് എന്ന് നമ്മൾ പറയുമ്പം ഇപ്പോൾ ഒരു ഹാർഡ്വെയർ അസംബിളി ചെയ്യുന്നത്, അപ്പോൾ എന്തെങ്കിലും മാനുവലി ചെയ്യുന്ന വർക്കൊക്കെ എഞ്ചിനീയറിംഗ് ആയിട്ട് ഫീൽഡിൽ വരാം. ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അതും ഈ എഞ്ചിനീയറിംഗ് ലൈക്ക് ആക്ടിവിറ്റി എന്നാണ് ദാറ്റ് പർട്ടിക്കുലർ നാറ്റോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോൺഫറൻസ് മെൻഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ആയതുകൊണ്ട് തന്നെ പ്രീവിയസ്ലി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നിരുന്നത് അതുപോലെയാണ്, അല്ലെങ്കിൽ അതിലും കുറച്ചും കൂടി ഇംപ്രവൈസേഷൻ നടത്തിയിട്ടാണ് ഫ്യൂച്ചറിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് യൂസിങ് ദ ഫിലോസഫീസ് ആൻഡ് ഓൾസോ സം പാരാഡിഗംസ്, എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴാണ് യു ക്യാൻ കം അക്രോസ് സം സോഫ്റ്റ്വെയർ ക്രൈസിസ്, അതായത് സം പ്രോബ്ലംസ് വിത്ത് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലാണെങ്കിലും മെയിൻ്റെനൻസിലാണെങ്കിലും എല്ലാത്തിനും കുറച്ച് ക്രൈസിസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ദ quality of software was generally unacceptably low and that deadlines and cost limits were not being met. ആദ്യമായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യണമെന്ന് നോക്കണം. ദെൻ കോസ്റ്റ് ഒക്കെ ലിമിറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നോക്കാൻ. ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ ഇത്രയും കാലം ബിൽഡ് ചെയ്ത സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ എടുത്തു നോക്കിയപ്പോൾ ഒരു സർവേ നടത്തിയപ്പോൾ കിട്ടിയ റീസൺസ് ആണ് ഡെഡ് ലൈൻസും കോസ്റ്റ് ലിമിറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്തിട്ടില്ല. സോ അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ നമ്മളിനി സോഫ്റ്റ്വെയർ ചെയ്യുമ്പം ഈ കാര്യങ്ങളൊക്കെ പറ്റുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള ആ ഒരു കൺക്ലൂഷനാണ് വാട്ട് ഈസ് മെൻ ബൈ ദിസ് ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ്. സോ ദർ ഇസ് എ ബ്രീഫ് ഹിയർ. You can see the second point. Software engineering cannot be considered as engineered since an unacceptably large proportion of the software products are still being delivered late. സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ കസ്റ്റമറും ഒരു കമ്പനിയുമായിട്ട് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ സോഫ്റ്റ്വെയർ ആൻഡ് വി വിൽ സെൽ യു, അങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ടെങ്കിലും ദേ ആർ ബീൻ ഡെലിവേർഡ് ലേറ്റ്. അതുപോലെ ആ ടൈം പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിലും ദ ബഡ്ജറ്റ് ഈസ് ഗോയിങ് ടു ബി ഓവർ ബഡ്ജറ്റ്. അതുപോലെ തന്നെ കുറച്ച് ഫോൾട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഹിസ്റ്ററി, നമുക്ക് പാസ്റ്റ് നിന്ന് പ്രീവിയസ് കാര്യങ്ങൾ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കിതൊന്നും അറിയുന്നുണ്ടാവില്ല. ഒരു പുതിയതായിട്ടൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വേണ്ട കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഓരോരോ കാര്യം പഠിച്ചാണ് നമുക്ക് മനസ്സിലാവുന്നത്. സ്റ്റഡി ഫ്രം എക്സ്പീരിയൻസ്. സോ ഇതിൻ്റെ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പോഴാണ് ഡെലിവറി ലേറ്റ് ആവുന്നത്, ബഡ്ജറ്റ് ഓവർ ആവുന്നത്, അതുപോലെ തന്നെ ഫോൾട്ടും ഉണ്ട്. സോ ഇങ്ങനത്തൊക്കെയാണ് ഹിസ്റ്ററി ആസ്പെക്ട്സ് വരുന്നത്. And also you can see the third point. Solution is that a software engineer has to acquire a broad range of skills, both technical and managerial. So at last വരുന്നത് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് ആവശ്യമായിട്ടുള്ള നോളേജ്, ദാറ്റ് ഈസ് ബോത്ത് ടെക്നിക്കൽ ആൻഡ് മാനേജറിയൽ നോളേജ് ഉണ്ടാവണം. പ്രോഗ്രാമിംഗ് ആവരെ എവറി സ്റ്റെപ്സിലുള്ള എറർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അങ്ങനത്തെ എല്ലാ നോളേജും ആ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് ഉണ്ടാവണം. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് കൂടി എല്ലാവരും കൂടി വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഈ സോഫ്റ്റ്വെയർ കറക്റ്റ് ടൈമിനും ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെയാണ് ദ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ദാറ്റ് ഇസ് ടു ബി ഫോളോഡ്. ദെൻ യു ഹാവ് ദ എക്കണോമിക് ആസ്പെക്ട്. എക്കണോമിക് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ എക്കണോമി, ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഈസ് ദ ബഡ്ജറ്റ്, വാട്ട് ഈസ് ദ കോസ്റ്റ് ദാറ്റ് ഈസ് acquired in it. So basically the computer scientists investigate several ways to produce the software, some good and some bad. Upper the main aim of a software engineer is to produce that software, maybe in some good manner or some in bad manner.
So we are always interested in only those techniques that makes the sound economic sense. ഇപ്പം നമ്മളൊരു വലിയ കാര്യം ചെയ്യുന്നു, അത് ആർക്കും ഉപയോഗമില്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല. ബട്ട് നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യുന്നത് എല്ലാവർക്കും ഉപയോഗമാണെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെ ചെറിയൊരു സോഫ്റ്റ്വെയർ അപ്ലൈ ചെയ്ത് അതിൽ വലിയതായിട്ട് അതിൽ പൈസ ചിലവാക്കുമ്പോഴും അതും ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ എല്ലാ കേസിനും നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് ആദ്യമേ ഡിസൈൻ ചെയ്ത് വെക്കണം. അതുപോലെ ചെറിയൊരു കാര്യത്തിന് വീണ്ടും വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുമ്പം ആ മെയിൻ്റെനൻസ് കോസ്റ്റും അതൊക്കെ ഈ എക്കണോമിക്സ് ആസ്പെക്റ്റിൽ വരുന്നതാണ്. യു ക്യാൻ സീ ഹിയർ എ കോഡിംഗ് ടെക്നിക് ദാറ്റ് ക്യാൻ എക്സിക്യൂട്ട് വെരി എഫിഷ്യൻ്റ്ലി ബട്ട് വിത്ത് ഹയർ മെയിൻ്റെനൻസ് കോസ്റ്റ് മേ നോട്ട് ബി എ ഗുഡ് ചോയ്സ് സിൻസ് മെയിൻ്റെനൻസ് ഒക്യുപ്പൈസ് എ ലോട്ട് ഓഫ് റിസോഴ്സസ് ഓഫ് ദ ഹോൾ ലൈഫ് സൈക്കിൾ. സോ നമ്മൾ ഇത്രയും പൈസ, ഇത്രയും കോസ്റ്റ് ആണ് നമ്മൾ ബഡ്ജറ്റായിട്ട് വെച്ച്, ലൈക്ക് വി ആർ ഹാവിങ് സം ദിസ് മച്ച് ഓഫ് എമൗണ്ട്. സോ ആ എമൗണ്ടിൽ നിന്നാണ് നമ്മൾ ഇത്രയും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ആ സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ കോസ്റ്റും ഒക്കെ ഇതിൽ ബാധിക്കും. സോ അത് ഈ ഒരു ആസ്പെക്റ്റ് ആണ് വി ഡീൽ വിത്ത് എക്കണോമിക് ആസ്പെക്റ്റ്. ആൻഡ് ഓൾസോ യു ഹാവ് 2 points, that is the cost of introducing a new technology into an organization may involve training cost, a steep learning curve, unable to be productive work when attending the class. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവരികയാണെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ആൾക്ക് എല്ലാ ടെക്നോളജിയും അറിയണമെന്നില്ല. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ ഉത്തരവാദിത്തമാണ് അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പം ഒരു വ്യക്തിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് അവരുടെ പണി ചെയ്യാൻ പറ്റണമെന്നില്ല. അത് അവർക്ക് ഹെവി വർക്ക് ലോഡാവും. അതുകൊണ്ട് തന്നെ അവർ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, കുറേ കോസ്റ്റും അതിൻ്റെ മെയിൻ്റെനൻസും അതിൻ്റെ ചിലവ്, അതൊക്കെയാണ് ഈ എക്കണോമിക് ആസ്പെക്ട്സിൽ കാണുന്നത്. നെക്സ്റ്റ് യു ഹാവ് ദ മെയിൻ്റെനൻസ് ആസ്പെക്ട്സ്. മെയിൻ്റെനൻസ് ആസ്പെക്ട് ബേസിക്കലി ഡീൽ ആഫ്റ്റർ ദ സോഫ്റ്റ്വെയർ ഇസ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെയും യൂസറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും എറർ വരുമ്പം നമുക്ക് ആ സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്യണം. സോ ദാറ്റ് ഈസ് ദിസ് ടൈപ്പ് ഓഫ് ആസ്പെക്ട്. So in a software life cycle or during a software process, you will be having this much of phases, that is requirement phase, which basically എന്തൊക്കെയാണ് requirements നമ്മൾ നോട്ട് ചെയ്യുന്നത്. That and also specification phase, that is what are the എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ, യൂസറിന് എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ ഉള്ളത്. Then you have the planning phase, how to plan this project, how much piece of work to be done by each and every software engineers. Then what is the design, then how to implement and how to integrate. Then maintenance phase ആണ് ഏറ്റവും താഴെ സെക്കൻഡായിട്ട് വരുന്നത് മെയിൻ്റെനൻസ് ഫേസ്. ഹയസ്റ്റ് കോസ്റ്റ് among all these phases. ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്ന ഫേസ് ആണ് ഈ മെയിൻ്റെനൻസ് ഫേസ്. അതായത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ റിനോവേറ്റ് ചെയ്ത് പുതുക്കി പണിയുന്ന കേസ് വരുമ്പോഴാണ് മെയിൻ്റെനൻസ് ഫേസ് അധികമാവുന്നത്. Then the retirement, that is the ending of this particular project. You can see a pie chart here. It is important that we can say the major aspect of software engineering consists of the techniques, tools and practices that lead to a reduction in maintenance cost. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആക്കുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അത് സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൽ വേണ്ട ടെക്നിക്സും ടൂൾസും പ്രാക്ടീസസ് ഒക്കെ നമുക്ക് നല്ലോണം അറിവുണ്ടാവണം. എന്നാൽ മാത്രമേ വി ക്യാൻ റെഡ്യൂസ് ദ മെയിൻ്റെനൻസ് കോസ്റ്റ്. You can see a percentage-wise pie chart, that is requirement consists of 2%, specification 4%, planning 1%, etc. So this is an approximate relative cost of the phases of the software life cycle. So ഇതിൽ നിങ്ങൾക്ക് കാണാം മെയിൻ്റെനൻസ് ആണ് ഏറ്റവും അധികം. 67% ഗോസ് ഫോർ മെയിൻ്റെനൻസ്. അതായത് ബാക്കിയുള്ള പൈ ചാർട്ടിൻ്റെ 67% എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ആണ് പോകുന്നത്. ബാക്കി എല്ലാം റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ആവട്ടെ എല്ലാം ഒരു 1% to 10% മാത്രമേ നമ്മുടെ പ്രോജക്റ്റിലേക്ക് അത് ഇൻവോൾവ് ആവുന്നുള്ളൂ. സോ മെയിൻ്റെനൻസ് ആസ്പെക്ട് ഇസ് എ ഹൈ പ്രോൺ ഏരിയ വെൻ കമ്പയറിങ് വിത്ത് അതർ ആസ്പെക്ട്സ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നതും. You can have some 5 points here. That is a classical view of maintenance. ക്ലാസിക്കൽ വ്യൂ ഓഫ് മെയിൻ്റെനൻസ് അറിയുന്നത് ആദ്യം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, പിന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ചില ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടി വരും. അതുപോലെ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കസ്റ്റമർ ചിലപ്പോൾ പറയുന്നത്, കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ മാറുന്നുണ്ടാവും. ദാറ്റ് ഇസ് ക്ലയൻറ്റ്സ് റിക്വയർമെൻറ്റ്സ് മേ ചേഞ്ച്. അതനുസരിച്ച് നമ്മൾ സോഫ്റ്റ്വെയറിൽ ചേഞ്ചസ് വരുത്തണം. അങ്ങനെ ഉണ്ടാകുമ്പം നമുക്ക് സോഫ്റ്റ്വെയർ തീരേണ്ട എൻഡിൽ ആ ഡെഡ് ലൈൻ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ യൂസ് ചെയ്ത പാർട്സ് തന്നെ വീണ്ടും യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ റിസോഴ്സസ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് ഈ ആസ്പെക്റ്റിൽ വരുന്നത്. ദെൻ യു ഹാവ് മോഡേൺ വ്യൂ ഓഫ് മെയിൻ്റെനൻസ്. അതായത് സോഫ്റ്റ്വെയർ കുറേ മോഡിഫിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ കോഡിലൊക്കെ മോഡിഫിക്കേഷൻ വരും. അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ചേഞ്ച് വരുത്തണം.
എപ്പോഴും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നാൽ ഏറ്റവും ലാസ്റ്റ് അതൊരു ഹെവി ബേർഡൻ ആവില്ല. ആൻഡ് ഓൾസോ ദ മെയിൻ്റെനൻസ് ഒക്കേഴ്സ് വെനെവർ എ ഫോൾട്ട് ഇസ് ഫിക്സ്ഡ് ഓർ ദ റിക്വയർമെൻറ്റ് ചേഞ്ചസ്. കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് മാറുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിക്സ്ഡ് ആകുമ്പോഴാണ് നമുക്ക് മെയിൻ്റെനൻസ് ആയി എന്ന് പറയാം. ദെൻ യു ഹാവ് ദ തേർഡ് പോയിന്റ് ഇസ് ക്ലാസിക്കൽ പോസ്റ്റ് ഡെലിവറി മെയിൻ്റെനൻസ്. അതായത് എല്ലാ പ്രോഡക്റ്റും എല്ലാം ഓക്കെ ആക്കി ലാസ്റ്റ് ഡെലിവറി ചെയ്തു, ക്ലയൻറ്റിൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തു, എന്നിട്ട് അതിന് ശേഷം ക്ലയൻറ്റ് ടെസ്റ്റ് ചെയ്യുവാണ്. സോ ദാറ്റ് ഈസ് ദ പോസ്റ്റ് ഡെലിവറി മെയിൻ്റെനൻസ്, ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മെയിൻ്റെനൻസ് വരുന്നത്. ദെൻ യു ഹാവ് ദ ഫോർത്ത് പോയിന്റ് ഇസ് മോഡേൺ മെയിൻ്റെനൻസ് ഓർ ജസ്റ്റ് മെയിൻ്റെനൻസ്. അതിൽ വരുന്ന ഫീച്ചേഴ്സാണ് കറക്റ്റീവ്, പെർഫെക്റ്റീവ് ഓർ അഡാപ്റ്റീവ് ആക്ടിവിറ്റീസ് ദാറ്റ് ഇസ് പെർഫോംഡ് അറ്റ് എനി ടൈം. പോസ്റ്റ് ഡെലിവറി ശേഷം കഴിഞ്ഞിട്ട് വരുന്ന ഒരു മെയിൻ്റെനൻസ് ഫെസിലിറ്റിയാണ് ഇത്. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പോസ്റ്റ് ഡെലിവറി മെയിൻ്റെനൻസ്? അതായത് ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മോഡലാണ്, ഒരു റിയൽ വേൾഡ് ഫംഗ്ഷൻ നമ്മൾ കംപ്രസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടിരുന്ന ഒരു മോഡലാണ്. ഒരു റിയൽ വേൾഡ്, നമുക്കിപ്പോൾ റിയൽ വേൾഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പുതിയ പുതിയ ടെക്നോളജീസ് ആവട്ടെ, സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ കുറേ അപ്ഡേറ്റ്സ് വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ ആ സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്തിരിക്കണം. So the major aspect of a software engineering consists of the techniques, tools and practices which led to the reduction in post-delivery maintenance cost. അപ്പോൾ പിന്നെ ഒരു മെയിൻ്റെനൻസ് ചെയ്യാൻ വന്നാൽ അത് എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് ഇതൊക്കെ ആപ്ലിക്കബിൾ ആണ്, ആ മെയിൻ്റെനൻസ് ആസ്പെക്റ്റിലും ഇതൊക്കെ ഫോളോഡ് ആണ്. നെക്സ്റ്റ് യു ഹാവ് ദ റിക്വയർമെൻറ്റ്സ് അനാലിസിസ് ആൻഡ് ഡിസൈൻ ആസ്പെക്ട്സ്. ഇവിടെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ആ സോഫ്റ്റ്വെയർ ചെയ്യേണ്ടതിന് വേണ്ടി എന്തൊക്കെ വേണം. അനാലിസിസ് എന്ന് പറയുന്ന ആ അത്രയും റിക്വയർമെൻറ്റ്സ് നമ്മൾ എഴുതിയെടുത്തിട്ട് എന്തൊക്കെയാണ്, പിന്നെ അതിലുള്ള വീണ്ടും ക്രോസ് വെരിഫൈയിങ് ആണ് എന്തൊക്കെ അനാലിസിസ് ചെയ്യണം. ദെൻ ഡിസൈൻ, ഹൗ ടു ഡിസൈൻ ദ സോഫ്റ്റ്വെയർ. So here we focus on the cost of correcting the fault. That is, when we correct each fault each time, the steeply throughput the phases. That is, the fault increases steeply throughout the phases. അതായത് നമ്മൾ ഒരു കറക്ഷൻ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒറിജിനലി കറക്റ്റായിട്ടുള്ളത് ചിലപ്പോൾ എന്ത് ഫോൾട്ട് വരും. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ നോക്കി ചെയ്യണം. സോ നമ്മൾ ഏത് ഫോൾട്ട് എപ്പോഴും നമ്മൾ ഫോൾട്ട് ആദ്യം തന്നെ കറക്റ്റ് ചെയ്ത് പോവുക. ഇറ്റ് വിൽ ഗോസ് ടു ബെറ്റർ. Then the third point, a fault in requirement may also appear on the specification, the design and the code. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ആദ്യം തന്നെ ഒരു ദിവസം നമുക്ക് പെട്ടെന്ന് എണീറ്റിട്ട് സോഫ്റ്റ്വെയർ ആക്കാൻ പറ്റില്ല. ആദ്യം അതിൻ്റെ സ്പെസിഫിക്കേഷൻസും റിക്വയർമെൻറ്റ്സും എഴുതി, പിന്നെ അത് ഡിസൈൻ ചെയ്ത്, പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത്, അങ്ങനെയല്ല, പിന്നെ അത് ടെസ്റ്റ് ചെയ്ത് അതിന് ശേഷം മാത്രമേ നമുക്കൊരു സോഫ്റ്റ്വെയർ ഒരു ക്ലയൻറ്റിൽ കൊടുക്കാൻ പറ്റൂ. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ഫോൾട്ട് ആയാൽ പിന്നെ എല്ലാം അതിനുശേഷം വരുന്ന അനാലിസിസും ഡിസൈനും കോഡിങ്ങും എല്ലാം സ്റ്റെപ്പ് പിന്നെ ഫുൾ തെറ്റിപ്പോവും. അപ്പോൾ ഫസ്റ്റ് ഫേസ് തന്നെ യു ഷുഡ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. Then previous studies has been taken, that is, you can see the 60% and 70% of fault was detected in this areas. That is, requirement analysis and design correctly ചെയ്യാത്തത് കൊണ്ടാണ് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം അത്രത്തോളം എറേഴ്സ് വരുന്നത്. സോ വി ഷുഡ് ഓൾവേസ് ഇംപ്രൂവ് ദിസ് പർട്ടിക്കുലർ 3 stages and we should perform better in this 3 stages. ഈ ഒരു സോഫ്റ്റ്വെയറിന് ഏറ്റവും പീക്ക് ഏരിയ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ ആ സോഫ്റ്റ്വെയറിൻ്റെ എത്രയാണ് അതിൻ്റെ ബഡ്ജറ്റ്, അതിൻ്റെ ഡെഡ് ലൈൻ, അല്ലെങ്കിൽ എത്രയാണ് അതിന് വാട്ട് ആൾ ദ റിസോഴ്സസ് യു ഷുഡ് റിക്വയർ, എന്തൊക്കെയാണ് അതിന് വേണ്ടത്, അങ്ങനത്തെ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അങ്ങനത്തെ ബേസിക് എല്ലാ കാര്യങ്ങളും ഈ ആദ്യത്തെ 3 ഫേസ്, അതായത് റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് ഡിസൈനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് തന്നെ ഇമ്പ്രൂവ് ചെയ്താൽ പിന്നെ അങ്ങോട്ടുള്ള കോഡിങ് ആയാലും പ്ലാനിങ് ആയാലും സ്മൂത്തായിട്ട് നടന്നോളും. ജസ്റ്റ് അനദർ 3 പോയിന്റ്സ്, ഇതും സെയിം തന്നെയാണ് പറയുന്നത്, കുറച്ചും കൂടി എക്സ്ട്രാ ആഡഡ് അപ്പ് പോയിന്റ്സ് ആണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റിക്വയർമെൻറ്റ്സ് അത് ആ ടൈം നമ്മൾ കൺസൾട്ട് ചെയ്ത്, ഇപ്പം നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പം ഒരു ടീം ഉണ്ടാവും. അപ്പോൾ ആ ടീമിൽ ഒരു ലീഡർ ഉണ്ടാവും, പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവും, ഫ്രഷേഴ്സ് ഉണ്ടാവും. സോ ആ ടീമിൽ പറയുന്ന പോലെയുള്ള എല്ലാവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം നമ്മളെല്ലാം ചെയ്യാൻ. സോ യു ഹാവ് ദ സ്പെസിഫിക്കേഷൻ, യു ഹാവ് ദ ഡിസൈൻ, യു ഹാവ് ദ കോഡ്. അതിൽ കോഡിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കമ്പൈൽ ചെയ്യണമെങ്കിൽ റീകമ്പൈൽ ചെയ്യാം, ദെൻ കോഡ് ലിങ്ക് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ കേസസ് എല്ലാം കൂടിയുള്ള കാര്യങ്ങളാണ് ഈ റിക്വയർമെൻറ്റ്സിൽ വരുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ റിക്വയർമെൻറ്റ്സിൽ എഴുതണം. അതാണ് ബേസിക്കലി ഈ ഇത്രയും ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഏറ്റവും ബേസ് ലെവൽ ഫേസസ്. സോ ഇത്രയും ആസ്പെക്ട്സ് പെർഫെക്റ്റ് ആക്കിയാൽ മാത്രമേ പിന്നെ ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവുള്ളൂ. Then you have the last aspect, that is team development aspect.
ടീം ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു സോഫ്റ്റ്വെയർ, യൂഷ്വലി ഒരു സോഫ്റ്റ്വെയർ ചെയ്യാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുകൂടാണ്ട് ബാക്കി വരുന്നതാണ് മാർക്കറ്റിങ്ങും ടെസ്റ്റിങ്ങും സെയിൽസും അങ്ങനെയൊക്കെ. ബട്ട് ഏറ്റവും കൂടുതൽ ദ മോസ്റ്റ് സോഫ്റ്റ്വെയർ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ടീം ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് എല്ലാവർക്കും കോഡ് ചെയ്യണമെന്നുണ്ടാവില്ല. ചില സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് കോഡിങ്ങിൽ നല്ലതായിരിക്കും, ചിലവർ ടെസ്റ്റിംഗ് ആയിരിക്കും നല്ലത്. സോ നമ്മളൊരു ടീം ഡെവലപ്പ് ചെയ്യുമ്പം ബേസിക് അതിൻ്റെ പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ കോഡിൽ എന്തൊക്കെയാണ് വേണ്ടത് അങ്ങനെയൊക്കെ നോക്കി കോഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഹൗ ടു കമ്പൈൽ, ഹൗ ടു എക്സിക്യൂട്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാം. സോ യു ഹാവ് ടീം മെമ്പേഴ്സ് അൺലെസ് ദ ടീം ഇസ് പ്രോപ്പർലി ഓർഗനൈസ്ഡ്. അപ്പോൾ ആദ്യം ഇതൊരു ടീം വർക്ക്, ദിസ് ഇസ് എ ഗ്രൂപ്പ് വർക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ടീം ഷുഡ് ബി വെൽ ഓർഗനൈസ്ഡ്. അതുപോലെ ആവശ്യമില്ലാത്ത കോൺഫറൻസ് ഒക്കെ ചെയ്തിട്ട് സമയം കളയുന്നത് നല്ലത്. അഡിക്വറ്റ് ആയിട്ടുള്ള കറക്റ്റ് മെത്തേഡ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുക, എന്നിട്ട് വേണം ടീം ഡെവലപ്പ് ചെയ്യാൻ. Then you have the second point. The scope of software engineering must include techniques for ensuring that teams are properly organized and managed. അതേപോലെ തന്നെ എപ്പോഴും ടീമിൻ്റെ റിവ്യൂ എടുക്കുക, അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടോ, then how it is well organized and managed ഒക്കെ നോക്കുക. Then as I said, the scope, it depends upon the scope also. അതുപോലെ ഓരോ സ്റ്റെപ്പ്, ഒരു സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ എന്നുള്ള സൈക്കിൾ നിങ്ങൾ നെക്സ്റ്റ് ഫേസിൽ പഠിക്കും. അതിൽ ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ ഹ്യൂമൻസിൻ്റെ ആസ്പെക്റ്റ്, അതായത് ടീം ഓർഗനൈസേഷൻ, അവരുടെ ടീം ലീഡർ, ടീം മെമ്പേഴ്സ്, അവരുടെ വർക്ക് ലോഡ്, അതിനും കൺവീനിയൻറ്റ് കൊടുക്കണം. ദെൻ യു ഹാവ് ദ എക്കണോമിക് ആസ്പെക്ട്സ് ലൈക്ക് കോസ്റ്റ്. ദെൻ യു ഹാവ് ദ ലീഗൽ ആസ്പെക്ട്. പിന്നെ വരുന്നത് കോൺട്രാക്ട്, അതായത് കോപ്പിറൈറ്റ് ലോസ് എല്ലാം. ഇപ്പോൾ ഒരു ക്ലയൻറ്റും ഒരു സോഫ്റ്റ്വെയർ കമ്പനിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിൽ വരുന്ന ലീഗൽ ഇഷ്യൂസും കോപ്പിറൈറ്റ് ലോസ് എല്ലാം ഫൈനലൈസ് ചെയ്തിരിക്കണം. സോ ഹൂ ഇസ് ദ മെയിൻ പീപ്പിൾ ബിഹൈൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്? ദാറ്റ് ഇസ് ഹൂ ഡസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്? ആരൊക്കെയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്? ഒന്ന് കസ്റ്റമർ, ഒന്ന് ഡെവലപ്പർ, ഒന്ന് യൂസർ. കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു ഒരു കമ്പനിയിലുള്ള ആളായിരിക്കാം, ഒരു ഓർഗനൈസേഷനുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കാം ഹൂ പേയ്സ് ഫോർ ദ സോഫ്റ്റ്വെയർ സിസ്റ്റം. ഇപ്പോൾ തന്നെ ഒരു കമ്പനി വേറൊരു കമ്പനി തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടാവാം. യു വിൽ ക്രിയേറ്റ് എ സോഫ്റ്റ്വെയർ ഫോർ മീ ആൻഡ് ഐ വിൽ പേ യു ദ മണി. അതേപോലെ ഒരു കസ്റ്റമറും വേറൊരു കസ്റ്റമറും തമ്മിലുണ്ടാവാം, ആൻഡ് എ കസ്റ്റമർ വിത്ത് എ കമ്പനിയും ഉണ്ടാവാം. അങ്ങനെ 3 ടൈപ്സ് ഓഫ്, അത് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട. അതായത് ഏത് പേഴ്സൺ ആണ് ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം കിട്ടാൻ വേണ്ടിയിട്ട് പേ ചെയ്യുന്നത്, ദാറ്റ് ഈസ് എ കസ്റ്റമർ. അതുപോലെ ഏത് പർട്ടിക്കുലർ ആൾക്കാരാണ് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്നത്, ദേ ആർ ദ ഡെവലപ്പർ. എന്നിട്ട് ഏത് പർട്ടിക്കുലർ പീപ്പിൾ ആണ് ആ സിസ്റ്റം യൂസ് ചെയ്യുന്നത്, ദേ ആർ കോൾഡ് ദി യൂസർ. അപ്പോൾ ദീസ് ആർ ദ 3 ഫാക്ടേഴ്സ്. ഇവർ 3 പേരുമാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്. സോ അവർ 3 പേരും വെച്ച് തന്നെ വി ഹാവ് എ ഫിഗർ, ദാറ്റ് ഇസ് ദിസ് പാർട്ടിസിപ്പൻസ്. ദേ ആർ ഓൾസോ കോൾഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അവർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ദേ ആർ ഇൻവോൾവ് വിത്ത് ദിസ് പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. സോ യു ക്യാൻ സീ എ കസ്റ്റമർ who gives money to the developer. That is, developer can be associated with the company or an individual developer who gives money. You can see the symbol of money here. Who gives money to the particular developer to build a system. System build ചെയ്ത് കഴിഞ്ഞിട്ട് ആ സിസ്റ്റം ഒരു പർട്ടിക്കുലർ യൂസർ കൊടുക്കണം. ആ യൂസറിന് ആ സിസ്റ്റം യൂസ് ചെയ്തിട്ട്, ഇപ്പം IRCTC എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് എടുക്കാം. റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളതാണ്. അത് TCS എന്ന് പറഞ്ഞ കമ്പനിയാണ് IRCTC പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത്. സോ TCS is you have the IRCTC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്. അപ്പോൾ IRCTC എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ചെയ്തത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ളതായിരിക്കും. അപ്പോൾ ഗവൺമെൻറ് ഇസ് ഗോയിങ് ടു ബി ദ കസ്റ്റമർ. ദെൻ TCSൻ്റെ കമ്പനീസ് ആണ് ഇസ് ഗോയിങ് ടു ബി ദ ഡെവലപ്പർ. ആൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. സോ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു 3 ആൾക്കാർ തമ്മിൽ റിലേഷൻഷിപ്പാണ് യു ക്യാൻ സീ ഇൻ ദിസ്. അപ്പോൾ അവരാദ്യം ഒരു പ്രോജക്റ്റ് ചെയ്യണം, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഡെവലപ്പറിനെ മീറ്റ് ചെയ്യും. അതിനുശേഷം അവർ കോൺട്രാക്ട് സൈൻ ചെയ്യും, സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. സോഫ്റ്റ്വെയർ ഉണ്ടായതിനു ശേഷം പിന്നെ ബേസിക് യൂസേഴ്സിന് അത് അവൈലബിൾ ആവുന്ന രീതിയിൽ കൊടുക്കും. സോ ദീസ് ആർ ദ പോയിന്റ്സ് ടു ബി നോട്ടഡ് വൈൽ യു ഡീൽ വിത്ത് സ്കോപ്പ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. യു ഷുഡ് ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ ഹ്യൂമൻ ആസ്പെക്ട്, മെയിൻ്റെനൻസ് ആസ്പെക്ട്, ടീം ആസ്പെക്ട്, then economic aspect, then design, requirement, etc. അതുപോലെ തന്നെ ഈ 3 പർട്ടിക്കുലർ പീപ്പിൾസ് ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്. So that's all. We come to the end of the session. Thank you.